സെൻസസുമായി ബന്ധപ്പെട്ട CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പരാമർശം തിരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നാണ് പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ പറയുന്നത്. ജനം LDFന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ച ശേഷമാണ് MV ഗോവിന്ദന്റെ പരാമർശം ഉണ്ടായതെന്നും അദ്ദേഹം പറയുന്നു. ഇന്ന് ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടറിയേറ്റ് തെരഞ്ഞെടുപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങളും വിലയിരുത്തുമെന്നും A വിജയരാഘവൻ 24നോട് പറഞ്ഞു. ഇന്ന് CPIMന്റെ നിർണായകമായ സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്നു. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ അവലോകനം പ്രാഥമികമായി ഇന്ന് നടക്കും. പോളിറ്റ് ബ്യൂറോ അംഗം തന്നെയാണ് ഒരുപക്ഷെ ആ മണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. A വിജയരാഘവൻ നമ്മളോടൊപ്പം ചേരുകയാണ്. വിവാദങ്ങൾ അനവധി ഉണ്ടായിരുന്നു. ഒരുപക്ഷെ യുദ്ധം മുതൽ ഏറ്റവും ഒടുവിൽ UDF ആഘോഷമാക്കിയത് ഗോവിന്ദ മാസ്റ്റർ പ്രസ്താവനകൾ. വിവാദങ്ങൾ ഏതെങ്കിലും രീതിയിൽ തെരഞ്ഞെടുപ്പിന് സെറ്റ് ബാക്ക് ഉണ്ടാക്കുമോ? വിവാദ സ്വാധീനമില്ലാത്തൊരു തെരഞ്ഞെടുപ്പ് അത്. കാരണം വിവാദങ്ങൾ എന്നുള്ളത് ശരിയായ രാഷ്ട്രീയ ദിശാബോധത്തെ വഴിതെറ്റിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഒരു തെറ്റിക്കൽ ഗോവിന്ദ മാഷ്ക്ക് നേരെ നടന്നിരുന്നു. അല്ല, അത് മാഷയുടെ പരാമർശങ്ങൾ വിവാദമായി കുറേ മണിക്കൂറുകൾ ആഘോഷിക്കപ്പെട്ടു. അല്ല, അത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ചർച്ച വേദികളിൽ അതില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. തെരഞ്ഞെടുപ്പൊക്കെ പ്രചരണ പ്രവർത്തനങ്ങൾ അവസാനിച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു സംഗതി എവിടുന്ന് വളർത്തിയെടുത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ നിശബ്ദ പ്രചരണത്തിലേക്കാണ് അവർ വിവാദത്തെ തട്ടിക്കൊണ്ടുവരാൻ ശ്രമിച്ചത്. പക്ഷേ ജനങ്ങൾ അപ്പോഴേക്കും ഇവിടെ തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ജനങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഒരു വിവാദം അവസാന നിമിഷത്തിൽ കൊണ്ടുവരുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും ഇത് വിവാദത്തിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ്. പിന്നെ രാഷ്ട്രീയ നിലപാടുകളെ സംബന്ധിച്ച് CPMന് എല്ലാ കാലത്തും സുതാര്യമായ രാഷ്ട്രീയ നിലപാടേ ഉള്ളൂ. സ്വന്തം രാഷ്ട്രീയ നിലപാട് ബഹുജനങ്ങളോട് പറഞ്ഞുകൊണ്ടാണ് CPM പ്രവർത്തിക്കുക. ആ പ്രവർത്തനത്തെക്കുറിച്ച് കേരളത്തിനറിയാം, കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അവസരവാദമില്ലാത്ത പാർട്ടിയാണ് CPM എന്നുള്ള കാര്യം ജനങ്ങൾക്കറിയാം എന്നുള്ളതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ, നയപരമായ കാര്യങ്ങളിലെ ദുർവ്യാഖ്യാനങ്ങൾ ജനങ്ങൾ സ്വീകരിക്കില്ല. ജനങ്ങൾക്കിതറിയാം. ഇതിനെ വേർതിരിച്ച് മനസ്സിലാക്കുന്ന ഒരു ജനതയാണ് കേരളത്തിലുള്ളത്. ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ അങ്ങ് അഭിമാനത്തോടു കൂടി പങ്കെടുക്കാം. അത് നമുക്ക് ഇതിപ്പോൾ വ്യക്തിപരമായ കാര്യങ്ങളല്ല. പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ള, CPMന് നിർവഹിച്ച് തീർക്കാനുള്ള ഒരു കാലമാണിത്. അതിലേക്ക് പാർട്ടിയുടെ ശരിയായ രാഷ്ട്രീയ നിലപാടുകൾക്കൊപ്പം ജനങ്ങളെ അണിനിരത്താൻ സാധിച്ചാൽ, അതിൽ നമ്മൾ നല്ല നിലയിൽ മുന്നോട്ട് ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കിയാൽ അത് കേരളത്തിന് നൽകുന്നൊരു ആത്മവിശ്വാസമുണ്ട്. അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ ആത്മവിശ്വാസം ലഭിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. താങ്ക് യു. വളരെ കൃത്യമായി തന്നെ A വിജയരാഘവൻ പറഞ്ഞത് വിവാദങ്ങൾ ഒന്നും തന്നെ ഏശാത്ത തെരഞ്ഞെടുപ്പാണ് ഇതെന്നുള്ളതാണ്. ഇന്ന് അഭിമാനത്തോടെ കൃത്യങ്ങൾ പാർട്ടി ഏൽപ്പിച്ച ചുമതല നിർവഹിച്ചു എന്ന അഭിമാനത്തോടെയാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. ക്യാമറമാൻ രാജേഷ് വള്ളരിക്കുണ്ടിനൊപ്പം നിലമ്പൂരിൽ നിന്നും ദീപക് ധർമ്മടം 24.